പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ വലിയ ദൈവകൃപയുടെ ഒരു ദിവസമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ ശനിയാഴ്ചകളിലും ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലിരുന്ന് അഭിഷേകാഗ്നി കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയും ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഉപവാസങ്ങളും കുരിശിൻ്റെ വഴികളും ജപമാലകളും മറ്റ് പ്രാർത്ഥനകളും ദൈവജനം അർപ്പിക്കുന്നുണ്ട്. നിങ്ങളെയും ഞാനത് ക്ഷണിക്കുകയാണ്. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞ് പറ്റുമെങ്കിൽ അടുത്ത ശനിയാഴ്ച മാത്രമല്ല, എല്ലാ ശനിയാഴ്ചകളിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച്, ചായയോ ഉച്ചക്കത്തെ ഊണോ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ കാണുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടിയും അതുപോലെ ബിനോയസിന് വേണ്ടിയും ടീമംഗങ്ങളായ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി റെക്കോർഡിങ്ങിനെ തുടർന്ന് ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് എത്താൻ പറ്റുന്നില്ല. പിന്നെ ബിനോയജൻ ഉള്ളത് കൊണ്ട് ഒരു വലിയൊരു കൂട്ടായ്മയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. കുട്ടികൾ, നിങ്ങളെ ഇന്ന് ഈശോ പ്രത്യേകം അനുഗ്രഹിക്കാൻ പോവുകയാണ്. വലിയ കൃപ ഇന്ന് കർത്താവ് ബാലന്മാർക്ക് കുട്ടികൾക്ക് നൽകും. ഓൾ ചിൽഡ്രൻ പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. നമുക്ക് ഒരുമിച്ച് കൈ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. കെട്ടുപോയ ഉപ്പായ എന്നെ ഉറകുത്തിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ,
ദാസിദാസന്മാരുടെ മേൽ ആവസിക്കണമേ, കുടുംബങ്ങളുടെ മേൽ ആവസിക്കണമേ, കുഞ്ഞുങ്ങളുടെ മേൽ ആവസിക്കണമേ, രോഗികളുടെ മേൽ ആവസിക്കണമേ, തകർന്ന ഹൃദയങ്ങളുടെ മേൽ ആവസിക്കണമേ, എല്ലാ വേദനകളുടെ മേലും നിറയണമേ, എല്ലാ വ്യവസ്ഥിതികളുടെ മേലും നിറയണമേ, നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ. ജഡമോഹങ്ങളിൽ വലയും ഞങ്ങൾ പുതിയൊരു ജനനം നൽകണമേ. ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാ. കൈകൾ ഉയർത്തി ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ രുഹായേ പിന്നിൽ കത്തി പടരണമേ. 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 രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഈ വചനം ശ്രവിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവേ അവിടുന്ന് സ്പർശിക്കണമേ. സമാധാനം നൽകണം, നിത്യജീവൻ നൽകണമേ. പിശാചിന്റെ ആധിപത്യങ്ങളെ തകർക്കണമേ പരിശുദ്ധാത്മാവേ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവേ പ്രകാശം നിറയട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ. ദൈവിക ദാഹങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ദുർശക്തികൾ വിട്ടുപോകട്ടെ, ദുർശക്തികൾ വിട്ടുപോകട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ബലഹീനതകൾ നീങ്ങട്ടെ, കൃപാവര ശക്തി നിറയട്ടെ, ആനന്ദം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ദൈവിക സ്വാതന്ത്ര്യം നിറയട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. നമുക്ക് വചനം കേൾക്കാം. നല്ല കൃപയുടെ ഒരു ദിവസം കർത്താവ് നമുക്ക് തന്നു. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ ദൈവവചന ശുശ്രൂഷകളിൽ അഭിഷേകാഗ്നിയിൽ കർത്താവ് നിയോഗിച്ചു. വലിയൊരു ദൈവാനുഗ്രഹമാണ് ബിനോയ് അച്ഛൻ്റെ ആ സാന്നിധ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ ചിലപ്പോൾ അച്ഛനെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ ചിലരെ അപ്സെറ്റായിട്ട് ഇങ്ങനെ അച്ഛൻ ഇനി ഇല്ലേ, ഇനി വരികയില്ലേ, ഇനി ബിനോയിച്ച് തന്നെ ആയിരിക്കുമോ എന്നെല്ലാം ചോദിക്കുകയുണ്ടായി. ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം ദൈവമാണ് നിശ്ചയിക്കുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. റോമാലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം. ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. അപ്പം ദൈവമാണ് നിശ്ചയിക്കുന്നത് അച്ഛൻ ആരാണ് പ്രസംഗിക്കേണ്ടത്, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ എവിടെയൊക്കെ നിൽക്കണം. ഇതെല്ലാം നിശ്ചയിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു അനന്തജ്ഞാനമാണ്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം തരുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കാം. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞ ഉറപ്പായിട്ട് പറയും. ഇനി കർത്താവ് ബിനോയിച്ചിനോടാണ് പറയണമെങ്കിൽ അപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ബിനോയിച്ചിൻ്റെ കൂട്ടായ്മ, പുതിയ കൃപ, പുതിയ അഭിഷേകം, പുതിയ ശക്തി. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴും കർത്താവിൻ്റെ വഴികൾ പുതിയ വഴികളാണ്. കർത്താവിൻ്റെ സ്നേഹം പുതിയ സ്നേഹമാണ്. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ പുതിയ പുതിയ ചിന്തകളാണ്. അത് പുതിയ പുതിയ ആളുകളിലൂടെ തരുന്നതിന് കർത്താവിന് ഇഷ്ടമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ കണ്ണുകളെ അന്ധമാക്കുന്ന അദൃശ്യ ശക്തികൾ. ഹല്ലേലൂയ. 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 നമ്മുടെ കണ്ണുകൾ, ബാഹ്യ കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും അന്ധരെ പോലെ ജീവിക്കുന്ന അവസ്ഥ ഈ ലോകത്തിൽ ഉണ്ടാകാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ മേഖല ആദ്യം തന്നെ എടുക്കാം. സമയം കുറേ വേഗം നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ മേഖല നമുക്ക് ആദ്യം എടുക്കാം. അതാണ് 2 Corinthians chapter 4 verses 3 and 4. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ ഒരു പ്രത്യേകത, നാശത്തിലേക്ക് പോകുന്നവർ. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ, നാശത്തിലേക്ക് പോകുന്നവർ. അപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ പല കാര്യങ്ങൾക്ക് മൂവ് ചെയ്യുന്നു, പലതും ചെയ്യുന്നു, ജീവിക്കുന്നു, അങ്ങനെ മരണത്തോട് അടുക്കുന്നു. അപ്പോൾ ചിലർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാശത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടവർ, നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, നാശ വഴിയേ നടക്കുന്നവർ. അടുത്തൊരു കൂട്ടരുണ്ട് നിത്യജീവനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ, രക്ഷയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ, രക്ഷയിലേക്ക് കർത്താവ് കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നവർ, രക്ഷയുടെ അവകാശികൾ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രം, ഓൺലി ഫോർ ദം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പക്ഷേ നമ്മുടെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കും, നമ്മുടെ ചെവികൾ കേട്ടുകൊണ്ടിരിക്കും, നമ്മുടെ ഹൃദയം ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തെ കാണും, ഈ ലോകത്തെ കേൾക്കും, ഈ ലോകത്തെ എൻജോയ് ചെയ്യും, മരിക്കും, നിത്യനാശത്തിൽ നിപതിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ, വിശ്വാസത്തിൻ്റെ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഇതിനിടയിൽ എന്തെങ്കിലും ദൈവകരുണയാൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെട്ടാൽ നിത്യജീവൻ്റെ വഴികളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി ആരാധിക്കാൻ കർത്താവിൻ്റെ അഭിഷേകം നമ്മളെ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ആന്തരിക നേത്രങ്ങൾ അടഞ്ഞു പോയോ? എൻ്റെ ആന്തരിക നേത്രങ്ങൾ അന്ധമാക്കപ്പെട്ടിരിക്കുന്നവയാണോ എന്ന് ചിന്തിക്കണം. ഒരു മനുഷ്യൻ്റെ ആന്തരിക നേത്രങ്ങളെ അന്ധമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ലോകത്തിൻ്റെ ദേവൻ, ദ സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ്. ഈ അടുത്ത കാലത്ത് വലിയ ഒരു മീഡിയ പ്രവർത്തകനുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഷെയറിങ് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത്, ദ സ്പിരിറ്റ് ഓഫ് ദ ടൈം, ആ സമയത്തിൻ്റെ അരൂപി. ഈ ലോക സെക്കുലർ വേൾഡ് പോലും ആ വാക്ക് ഉപയോഗിക്കാൻ, ദ സ്പിരിറ്റ് ഓഫ് ദ ടൈം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദ സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം അങ്ങനെ ഈ ലോകത്തിൻ്റെ ദേവൻ, പാപത്തിൻ്റെ ശക്തി, അന്ധകാര ശക്തി നമ്മുടെ ആന്തരിക നേത്രങ്ങളെ അന്ധമാക്കിയാൽ, അവയ്ക്ക് നമ്മൾ അടിമപ്പെട്ടാൽ, അന്ധമാക്കിയാൽ, അപ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? പിന്നെ നിത്യജീവൻ കാണാൻ പറ്റില്ല, പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി കാണാൻ പറ്റില്ല. നമ്മൾ നടക്കും, പക്ഷേ നടക്കുന്നത് നാശത്തിലേക്ക്. നമ്മൾ വിചാരിക്കും വെളിച്ചത്തിലാണ് നടക്കുന്നത്, നമ്മൾ വിചാരിക്കും നല്ല ബുദ്ധിമാനാണ്, നമ്മൾ വിചാരിക്കും നമ്മളെല്ലാ നിയമങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ നമുക്ക് നിത്യജീവന് ദാഹമുണ്ടായിരിക്കില്ല,
സ്വർഗത്തിന് വേണ്ടി ദാഹമുണ്ടായിരിക്കുകയില്ല, പ്രാർത്ഥിക്കാൻ ദാഹമുണ്ടായിരിക്കുകയില്ല. പക്ഷെ ഒരുപാട് സൽകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നമുക്ക് വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാൻ ദാഹമുണ്ടായിരിക്കുകയില്ല, നമുക്ക് കുമ്പസാരിക്കാൻ ആഗ്രഹം തോന്നുകയില്ല, നമുക്ക് സന്ധ്യാപ്രാർത്ഥന ഇരിക്കാൻ തോന്നുകയില്ല, ബൈബിൾ വായിക്കാൻ തോന്നുകയില്ല, നമുക്ക് മുട്ടുമേൽ നിന്ന് കൊന്ത ചെല്ലാൻ തോന്നുകയില്ല, കുരിശിൻ്റെ വഴി നടത്തി പരിഹാരം ചെയ്യാൻ തോന്നുകയില്ല, ഉപവാസം എടുക്കാൻ തോന്നുകയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന ഒന്നിനും താല്പര്യമില്ലാത്ത സമയം വരും. ദൈവം തൊട്ട് ഉണർത്താൻ ആഗ്രഹിക്കും, പക്ഷെ നടക്കുകയില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൽ 9-ാമത്തെ തിരുലിഖിതം, അവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ഈ ലോകത്തിന് ദേവൻ അന്തമാക്കിയാൽ എന്ന് പറഞ്ഞാൽ അവൻ പാപത്തിൽ അടിമപ്പെട്ടു, അവൻ പാപത്താൽ ഗ്രസിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ പാപം നമ്മളെ അടിമപ്പെടുത്തി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അന്ധത. ദൈവത്തെ ആരാധിക്കാൻ, ബലിയർപ്പിക്കാൻ, പരിഹാരം ചെയ്യാൻ, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കാൻ നമ്മളെ ഉണർത്തുന്നത് ദൈവം തന്നെയാണ്. അങ്ങനെ ദൈവം വന്ന് നമ്മളെ ഉണർത്തുമ്പോൾ നമ്മുടെ ശരീരം പാപത്തിന് അടിമയാണെങ്കിൽ ദൈവം എത്ര ഉണർത്തിയാലും നമ്മൾ ഉണരില്ല. നമുക്ക് പിന്നെയും പാപത്തിലേക്ക് താല്പര്യം തോന്നും, നമുക്കത് ബോറിംഗ് ആവും, ദൈവിക കാര്യങ്ങൾ ബോറിംഗ് ആവും. ഒരു കുഷ്ഠം പിടിച്ച, അന്ന് പണ്ട് ഞാൻ കേട്ടിരിക്കുന്നതിനാണ്, ഒരു കുഷ്ഠം പിടിച്ച കാലിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ അയാൾ അറിയുകയില്ല. നമ്മളെ സാധാരണ സെൻസേഷനുള്ള കാലിൽ പച്ചവെള്ളം ഒഴിച്ചാലും ചൂടുവെള്ളം ഒഴിച്ചാലും നമുക്ക് പെട്ടെന്ന് ഒരു സെൻസേഷൻ ഉണ്ടാവും. എന്നാൽ കുഷ്ഠം പിടിച്ച് സെൻസേഷൻ നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയുടെ കാലിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ അറിയുകയില്ല, കാരണം ആ കാല് കുഷ്ഠം പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് ഇന്ന് ഒട്ടനവധി ആത്മാക്കൾ നമ്മുടെ ചുറ്റിലുമുള്ളത്, നമ്മുടെ കുടുംബത്തിലുള്ളത്, നമ്മുടെ ഇടവകയിലുള്ളത്, നമുക്ക് ചുറ്റിലുമുള്ളത്. നമ്മൾ കാണുന്നവർ, നമ്മൾ കേൾക്കുന്നവർ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ ഈ ഒരു അനുഭവത്തിലൂടെയുള്ള ഒരു യാത്രയായിരിക്കാം. ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നു, കുഷ്ഠം പിടിച്ച ആളുടെ കാലിൽ ചൂടുവെള്ളം ഒഴിച്ച മാതിരി ഒരു അനുഭവം, ഒന്നും തോന്നുന്നില്ല, വചനത്തോട് ആനന്ദിപ്പിക്കാൻ തോന്നുന്നില്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷം തോന്നുന്നില്ല, വചനം കേൾക്കുമ്പോൾ ഉണർവ് തോന്നുന്നില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വചനം വളരെ കൃത്യമായി വെളിപ്പെടുത്തുകയാണ്: പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം വസിക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല. പാപത്തിന് അടിമയായ ശരീരം, ഈ ലോകത്തിന് ദേവൻ അന്ധമാക്കിയ ശരീരം, ഈ ലോകത്തിന് ദേവൻ അന്ധമാക്കിയാൽ പിന്നെ നിത്യജീവൻ സംബന്ധമായ കാര്യങ്ങളിൽ ആ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കപ്പാസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. വിത്തിനെ മുളപ്പിക്കാൻ കഴിയാത്ത തരിശ് ഭൂമി പോലെയാണ് ആ ഹൃദയം ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച്. അങ്ങനെയുള്ളവരോട് വചനം പറഞ്ഞാൽ, അങ്ങനെയുള്ളവരുടെ അവരുടെ മുമ്പിൽ ആത്മീയ കാര്യങ്ങൾ വെച്ചാൽ ശവത്തിൻ്റെ മുമ്പിൽ ബിരിയാണി വെക്കുന്നത് പോലെയാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത വിധം നിർജീവമാക്കപ്പെട്ട് കഴിഞ്ഞു, അന്ധമാക്കപ്പെട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു മനുഷ്യനെ അന്ധമാക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് അഹങ്കാരം. ഒരു വ്യക്തിയിൽ അഹങ്കാരം പ്രവേശിച്ചാൽ ആ വ്യക്തി നാശ വഴിയെയാണ് നടക്കുന്നതെന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം നിബന്ധിക്കാൻ പോവുകയാണെന്നും അറിയാതെ ആ വ്യക്തി ഞാനിപ്പോൾ ഏറ്റവും നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിച്ച് പൊങ്ങി നിത്യനാശത്തിൽ ചെന്ന് നിബന്ധിക്കും. യേശയ്യായുടെ പുസ്തകത്തിൽ 47-ാം അധ്യായം 10-ാം വാക്യം, ബുക്ക് ഓഫ് ഐസയ 47:10, അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി, ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു, നിന്റെ ജ്ഞാനവും നിന്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. 47-ാം അധ്യായം 11-ാമത്തെ വാക്യം, എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം? ബുക്ക് ഓഫ് ഐസയ 47:11, രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും, അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നു ചേരും, അപ്രതീക്ഷിതമായ വിനാശം നിൻ്റെ മേൽ നിപതി. എന്ന് പറഞ്ഞാൽ വലിയ വിനാശം പൊട്ടിവിടാൻ നേരെ മുമ്പിൽ നിന്നാലും, ഇതാ വിനാശം എന്ന് പറഞ്ഞാലും, ഇതാ നിത്യനാശം എന്ന് പറഞ്ഞാലും അയാൾക്കത് മനസ്സിലാവില്ല. അയാൾ അപ്പോഴും വേറെ വലിയ മുരട്ട് വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.
വലിയ വലിയ തിയോളജി പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് കാതോർക്കാൻ പറ്റാത്ത പൊട്ട അണലികളെ പോലെയാണ് ഇങ്ങനെയുള്ള ആത്മാക്കളുടെ സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം മുമ്പിലുണ്ട്, ഒന്നും കാണില്ല. കുരുടിപ്പാമ്പ്. ദൈവത്തിൻ്റെ വചനത്തിൽ എഫേസൂസ് ലേഖനം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ, എഫേസൂസ് ലേഖനം 4:18-19 വാക്യങ്ങൾ. അവിടെ എന്താണ് ദൈവവചനം ഇങ്ങനെയുള്ള ഒരവസ്ഥയെക്കുറിച്ച് പറയണമെന്നറിയാവോ? ഹൃദയകാഠിന്യം ഭവിച്ച ആത്മാക്കൾ, ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അന്ധത ബാധിച്ചു എന്ന് വിചാരിച്ച് ഈ ഭൂമിയിൽ അവർ നിഷ്ക്രിയരാണെന്ന് വിചാരിക്കരുത്. ചില കാര്യങ്ങളിൽ വളരെ വളരെ എന്താ പറയണത്, ആക്റ്റീവായിരിക്കും. ദൈവിക കാര്യങ്ങൾ അന്ധമായി പോയാൽ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ആക്റ്റീവ്, എല്ലാ കാര്യത്തും ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കരുത്. ദൈവിക കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ ചിലപ്പോൾ സമർത്ഥന്മാരായിരിക്കും. പറ്റിക്കാൻ, ചതിക്കാൻ, വഞ്ചിക്കാൻ, ചീത്ത പറയാൻ, തെറി പറയാൻ, പാപം ചെയ്യാൻ, മദ്യപിക്കാൻ, എല്ലാ കാര്യത്തിലും സുരേഷ സമൂഹത്തിൽ ഇളക്കി മറിക്കാൻ ഒക്കെ ആക്റ്റീവായിരിക്കും. പക്ഷേ 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ അപ്പോഴേക്കും ഉറക്കം തുടങ്ങും. ഉറക്കത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയണത്, ആത്മാവ് അന്ധമായി പോയ കാര്യം. അപ്പോഴേക്കും തളർച്ച, ക്ഷീണം, വയ്യ, മനസ്സിലാകുന്നില്ല, ഇറ്റ് ഈസ് ടു ഹെവി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. ഒരാത്മാവിനെ അന്ധമാക്കുന്ന 3-ാമത്തെ മണ്ഡലമാണ് സുഖലോലപത. സുഖലോലപത, സുഖലോലപത. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം, 1 തിമോത്തി chapter 5 verse 6, അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്ധത മാത്രമല്ല, കംപ്ലീറ്റ് അതിൻ്റെ ശക്തിയും നിഷ്പ്രഭമാക്കപ്പെട്ട് കഴിഞ്ഞു, നിർജീവമാക്കപ്പെട്ട ഒരാത്മാവാണത്. സുഖലോലപത, സുഖലോലപത. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 34-ാമത്തെ തിരുലിഖിതം, ലൂക്ക് chapter 21 verse 34, സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. സുഖലോലപത ഒരു പ്രത്യേക മത്ത്, ഒരു പ്രത്യേക ആലസ്യം കൊണ്ടുവരുന്ന ഒരു ജീവിതമാണ് സുഖലോലപത. എന്താ? ആദ്യം സംഭവിക്കുന്നത് മനസ്സിൻ്റെ കപ്പാസിറ്റി പോകും, മനസ്സിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടും, ഫൈറ്റ് ചെയ്യാൻ പറ്റാതെയാവും, എതിർക്കാൻ പറ്റാതെയാവും, ഒരു നിശ്ചയത്തിലേക്ക് നീങ്ങാൻ പറ്റാതെയാവും. സുഖലോലപതയിൽ അമർന്ന ജീവിതത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ക്ഷയിച്ച മനസ്സാണ്, ദുർബലമായ മനസ്സാണ്, ദുർബലമായ മനസ്സാണ്. മനസ്സിൻ്റെ ശക്തി പോയി, മനസ്സിൻ്റെ എലാസ്റ്റിറ്റി പോയി. എലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ ഒരു 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 വൈബ്രൻസി വേണം, അതൊന്നുമില്ല. പിന്നെന്താണ്? മനസ്സിൻ്റെ വീര്യം പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാന്തത്തിൻ്റെ കാന്തശക്തി പോയാൽ പിന്നെ പിന്നെ എന്തിന് കൊള്ളാം അത്? ഉപ്പിൻ്റെ ഉറകെട്ട് പോയാൽ പിന്നെ എന്തിന് കൊള്ളാം അത്? അതുപോലെയാണ് മനസ്സിൻ്റെ ശക്തി പോയത് അവസ്ഥ. ഉറകെട്ട് പോയ ഉപ്പ് പോലെയാണ്, വീര്യം പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഖലോലുപത നമ്മളെ പിന്നെ അങ്ങനെ അന്ധതയിൽ അങ്ങനെ രമിച്ചു കൊണ്ടിരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും തകർന്നടിയും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതികളെല്ലാം തകർന്നടിയും. ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത പോലെ, വാട്ട് ഈസ് ദിസ്, ഒന്നും മനസ്സിലാകാത്ത പോലെ, ഏതോ ഒരു പരദേശി കേൾക്കുന്ന പോലെ തോന്നും. ഒന്നും ഞാൻ ഈ ലോകത്തെപ്പെട്ട ആളല്ല എന്ന വിധത്തിൽ ഒന്നും മനസ്സിലാകാത്ത പോലെ ദൈവിക കാര്യങ്ങളിൽ അവർ ആയിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 14-15 തിരുലിഖിതങ്ങൾ ദൈവവചനം എങ്ങനെയാണ് വായിക്കുന്നത്? ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരടുത്ത് എന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടൻ സ്ഥലം വിട്ടു പോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്.
അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. എന്താ സംഭവിച്ചത്? ഇവർ തിന്നും കുടിച്ചും ഇങ്ങനെ ഇരുന്നു. ആ കാലത്തെക്കുറിച്ച് യേശുവിൻ്റെ പ്രബോധന സുവിശേഷത്തിൽ പറഞ്ഞെങ്ങനെയാണ്, ലോത്തിൻ്റെ കാലത്തെന്നതുപോലെ അവർ തിന്നുകയും കുടിക്കുകയും വിതയ്ക്കുകയും കൊയ്യുകയും വീട് വെക്കുകയും വീട് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. തികച്ചും വേൾഡ്ലി ലൈഫ് ആത്മീയമായി അന്ധമാക്കപ്പെട്ട അവസ്ഥ. അപ്പോൾ അവിടെയാണ് ലോത്ത് ചെന്ന് പറയണത്, സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാർ എൻ്റെ വീട്ടിൽ വന്നു, ദൈവദൂതന്മാരുടെ പ്രത്യേക ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇതാ ഈ നഗരം മുഴുവനും അഗ്നിയും ഗന്ധവും ഇറക്കി ദഹിപ്പിക്കപ്പെടാൻ പോവുകയാണ്. വെണ്ണീറാകും. നാം നാശക്കുഴിയിലാണ്. ഈ നഗരം ഒരു നാശക്കുഴിയാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. വരിക, ഞാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ മക്കളെ കെട്ടാനിരിക്കുന്നവരല്ലേ? വരിക, നമുക്ക് വേഗം പുറപ്പെടാം. എന്നതാ പറയാൻ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവർ പറയാണ് എന്നതാ ഇതൊക്കെ, അവർക്ക് മനസ്സിലാകുന്നില്ല. അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. ആത്മീയ കാര്യങ്ങളെ കാണുമ്പോൾ ഒരു ജോക്ക്, ആത്മീയത പറയുന്നവരെ കാണുമ്പോൾ ഒരു തമാശ. അന്ധമായി പോയ അവസ്ഥയാണ്, ആന്തരികമായി അന്ധമായി പോയ ഒരു അവസ്ഥയാണത്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെയും അന്ധമാക്കുന്ന മറ്റൊരു വലിയ മണ്ഡലമാണ് വെറുപ്പ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം, 1 John chapter 2 verse 11, അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നുമില്ല. നമ്മൾ വിചാരിക്കും, നമ്മൾ ഇതാ ഇന്ന വ്യക്തിയോട് മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തുള്ളൂ, ഞാൻ അയാളെ വെറുക്കുന്നു, ബാക്കി എല്ലാവരോടും എനിക്കിഷ്ടമാണ്, ഇറ്റ്സ് ഓക്കെ ഫോർ മീ. പക്ഷെ അയാളോട് എനിക്ക് പറ്റില്ല, അതുകൊണ്ട് അയാളെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ വെറുപ്പിന് അടിമയായിരിക്കുന്നവരും വെറുത്തിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരും ഉണ്ട് ഇപ്പോൾ. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നത് എന്ന് അവൻ അറിയുന്നില്ല. അന്ധത, അന്ധത, അന്ധത. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിലും നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് നമ്മൾ സർവ്വശക്തിയും എടുത്ത് അടുത്ത സഹോദരനെ അല്ലെങ്കിൽ അടുത്ത ഓരോ കാര്യങ്ങളെയും വരുമ്പോൾ ദുഷിക്കുകയാണ്. വിശുദ്ധ കാര്യങ്ങളെ ദുഷിക്കുന്നു, പ്രാർത്ഥനയെ ദുഷിക്കുന്നു, സഭയെ ദുഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ കടുത്ത ഇരുട്ടിൽ, കനത്ത അന്ധകാരത്തിലിരിക്കുന്നതിനാൽ ഇന്ന് നമ്മുടെ അരക്ഷിതാവസ്ഥയാണ്, ഹൃദയത്തിൻ്റെ ശൂന്യതയാണ് നാം ഈ കാണിക്കുന്ന എല്ലാ പാപ്പരത്വങ്ങളുടെയും പുറകിൽ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അവർക്ക് തെറ്റുപറ്റി, ദുഷ്ടത അവരെ അന്ധരാക്കി, ദുഷ്ടത അവരെ അന്ധരാക്കി. അടുത്തൊരു മണ്ഡലമാണ് വെറുപ്പ്. മനുഷ്യനെ അന്ധമാക്കുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു മണ്ഡലമാണ് ദുഷ്ടത, ക്രൂരത. അവരെ അന്ധമാക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, ഇതിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, വേറെ ആരൊക്കെയാണ് നമുക്ക് ചുറ്റും അന്ധരായിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അവരെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ നോക്കണ്ട. നമ്മുടെ എല്ലാ ഉള്ളിൽ നമ്മൾ ആത്മാർത്ഥമായി ഈശോയുടെ അടുത്തിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ഈശോയുടെ ആത്മാവ് നമ്മളോട് പറഞ്ഞു തരും, ഇതാ ഇന്ന മേഖലകളിൽ നിൻ്റെ ഹൃദയം കഠിനമാണ്, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, നിൻ്റെ ഡോർ അടഞ്ഞിരിക്കുകയാണ്, നിൻ്റെ ഹൃദയം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, നീ ഇരുട്ടിലാണ്, ഈ യാത്ര നാശവഴിയാണ്. ഈ ആരാധനയിൽ കുറച്ചു നേരം നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയുടെ അരികിൽ വന്നവർ ഒരു ക്ഷണം കണ്ട്, ഒരു സ്പർശനം, ഒരു നോട്ടം, ഒരു വാക്ക്, അത്ഭുതങ്ങളിലൂടെ അവരുടെ വേദനയ്ക്ക്, ഹൃദയവേദനയ്ക്ക് മറുപടി കൊടുത്തു. ഇതാ ദിവ്യകാരുണ്യ ഈശോ, ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. ഈ സമയത്ത് ഈശോയുടെ സന്നിധിയിൽ മുട്ടുമേൽ നിന്ന്, യേശുവേ രക്ഷക, എൻ്റെ യേശുവേ എന്നെ സൗഖ്യപ്പെടുത്തണം, എന്നെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തി തരണം. വിദ്യാർത്ഥിനികളും കുട്ടികളും ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ എൻ്റെ വേദന, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമേ. തകർന്ന വേദനിച്ച ഹൃദയങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. ഇപ്പോൾ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷക കർത്താവേ, നാഥനേ, കരങ്ങളുയർത്തി, സ്വരമുയർത്തി, ഉച്ചത്തിൽ